എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. മൂർത്തി മുത്തശ്ശൻ അങ്ങനെ അനാമികയ്ക്ക് നേരെ തിരിവാണ്. ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല അനാമിക ചെയ്തേ. നയനെ പിടിച്ച് തള്ളിന്ന് അറിഞ്ഞപ്പോ തന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നല്ല കട്ട കലിപ്പായി. പിന്നീട് മുത്തശ്ശൻ അനാമയോട് ചോദിച്ചു, നിന്നോട് ആരാ പറഞ്ഞേ? അവളെ പിടിച്ചതല്ല, നിന്നോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനാമിക പറഞ്ഞു, അതെ, അവളുടെ വായിന്ന് വീണ വാക്കുകൾ കേട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല മുത്തശ്ശ, അതുകൊണ്ട് ഞാൻ അവളെ പിടിച്ച് തള്ളിയതാ. ഞാൻ ചെയ്ത വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സമയം ജാനകി പറഞ്ഞു, അതിന് മാത്രം അവൾക്ക് എന്താ അസുഖം ഇരിക്കുന്നേ? അവൾക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ മുത്തശ്ശൻ ചോദിച്ചു, നീയാണോ ജാനകി അവൾക്ക് അസുഖം ഉണ്ടോ ഇല്ലയോ തീരുമാനിക്കുന്നേ? അവൾക്ക് വയ്യാണ്ടിരിക്കുമെന്ന് ആദർശ് പറഞ്ഞില്ലേ? അവളെ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാന്ന കാര്യം അറിയാലോ. അവൾക്ക് തലകറക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അതെന്താ, നിനക്ക് എന്നെ പറഞ്ഞാൽ മനസ്സിലാവില്ലേന്ന് ചോദിക്കും. ഇത് കേട്ടപ്പം ശൈലജ പറഞ്ഞു, ഒരു ചെറിയ തലകറക്കത്തിന് ഇത്രമാത്രം ബിൽഡപ്പ് കൊടുക്കേണ്ട കാര്യമില്ല. അവൾക്ക് ബ്ലഡ് കുറവുണ്ടെങ്കിൽ അതിന് ഇന്ന് മാത്രം വലിയ പ്രത്യേകതയൊന്നും ഇല്ലാന്ന് പറയണം. അല്ല, അനിയ അങ്ങോട്ട് പോയത് മെഡിസിൻ കൊടുക്കാനാന്നല്ലേ പറഞ്ഞേ, പിന്നെ അതിന്റെ പേരിൽ ഇനി എന്തിനാ ചോദ്യം ചെയ്യുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനാമിക പെട്ടെന്ന് പറഞ്ഞു, മെഡിസിൻ കൊടുക്കാനാന്ന് പോലും. മെഡിസിൻ കൊടുക്കണമെങ്കിൽ അവിടെ വേറെ അത്രയും പേരില്ലേ, അവർക്ക് ആർക്കെങ്കിലും പോയി വാങ്ങിച്ച പോരെ, അല്ലെങ്കിൽ എന്തിനാ? ആദർശ് ഉണ്ടല്ലോ, ആദർശിൽ അവന്റെ ഭാര്യയുടെ കാര്യം നോക്കുന്നേ, അല്ലാതെ അനിയാണോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടോ മുത്തശ്ശൻ പറഞ്ഞു, അനി ഇപ്പൊ വാങ്ങിച്ചോണ്ട കൊടുത്താൽ എന്താ കുഴപ്പമിരിക്കണേ? അനാമി പറഞ്ഞു, എനിക്കിഷ്ടമില്ല അനി അങ്ങോട്ട് പോകുന്നേ, കാരണം നന്ദു അവിടെയുണ്ട്. നന്ദു ഉള്ളിടത്തോളം കാലം ആ വീട്ടിലേക്ക് പോകുന്ന എനിക്ക് ഇഷ്ടമില്ലെന്ന് പറയണം. അവൾമാരുടെ എല്ലാവരുടെയും കൂടെ തന്ത്രമായത്. അവൾമാരെല്ലാം കൂടെ കൂടിയിട്ട് ആ നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ ശ്രമിക്കുക, എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാനായിട്ടും. അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ലെന്ന് പറയണം. ഇത് കേട്ടത് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അനാമികെ, നിന്റെ നാവ് ഇത്തിരി കൂടുന്നുണ്ട്. നിന്റെ നാക്കിനിൽ എല്ല് എന്ന് വെച്ചോണ്ട് എന്തും വിളിച്ചു പറയാനാവല്ലേ, അറിയാലോ. നിന്റെ നാക്ക് ഉറക്കേണ്ട സമയം കഴിഞ്ഞു. മൂത്തവരോട് ഒരു ബഹുമാനത്തോടു കൂടിയൊക്കെ സംസാരിക്കണമെന്ന് പറയാം. പെട്ടെന്ന് അനാമിക പറഞ്ഞു, അതെ, എല്ലാ ബഹുമാനത്തോടും കൂടിയ മുത്തശ്ശ ഞാൻ സംസാരിക്കുന്നേ, എന്റെ സ്വഭാവം ഇനി മാറ്റാനായിട്ട് പറ്റില്ലെന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ അനന്തപുരി പിടിച്ചു വയ്ക്കാൻ നിനക്ക് ഇത്ര ബുദ്ധിമുട്ടായിരിക്കും. നിന്റെ ഈ സ്വഭാവം വെച്ചോണ്ട് ഒരിക്കലും നിനക്ക് അനന്തപുരി നിൽക്കാനായിട്ട് പറ്റില്ലെന്ന് പറയാം. പെട്ടെന്ന് ജാനകി പറഞ്ഞു, മോളുടെ സ്വഭാവത്തിന് എന്താ കുഴപ്പമിരിക്കുന്നേ? ആ നയനെന്ന് പറയുന്ന അവളുടെ ചേച്ചിയൊക്കെയല്ലേ അവൾ സ്വഭാവം മാറ്റണ്ടേ, അല്ലാതെ എന്റെ മരുമോളല്ലെന്ന് പറയും. ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, നിർത്ത് ജാനകി, ഇനി ഒരു അക്ഷരം പോലും നീ നയനമോളെ കുറിച്ച് പറഞ്ഞു പോരുത്. അവളെ കുറിച്ച് പറയാനുള്ള യോഗ്യത ഈ കുടുംബത്തിൽ ആർക്കും ഇല്ല. ദേവേനി പറഞ്ഞു, എന്തിനമ്മേ എപ്പോഴും അവൾക്ക് ഭക്ഷണം ചേർന്ന് നിൽക്കണമെന്ന് ചോദിക്കാം. ദേ, നീയും മിണ്ടരുത്, നിനക്ക് പോലും അതിനുള്ള യോഗ്യത ഇല്ല. പറഞ്ഞു കേട്ടല്ലോ. ഇനി ഒരിക്കലും നയനമോളെ ആരും കുറ്റം പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനായിരിക്കും അതിനെ പ്രതികരിക്കുന്നത് മുത്തശ്ശി പറയണം. മുത്തശ്ശിയുടെ ആ മട്ടും ഭാവമൊക്കെ ആദ്യമായിട്ടാണ് എല്ലാരും കാണുന്നത്. ഇതിനു മുമ്പ് മുത്തശ്ശി ഇത്ര ദേഷ്യപ്പെട്ടൊന്നും പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണേ. പെട്ടെന്ന് തന്നെ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇതിന്റെ പേരിൽ ഇവിടെ വഴക്കും വെക്കാണോ വേണ്ട. പിന്നെ അനി അവിടെ പോയെന്നിരിക്കും. അനി മാത്രമല്ല, ഈ കുടുംബത്തിലുള്ള ബാക്കി എല്ലാവരും കൂടെ പോയെന്നിരിക്കും. ഈ പറയുന്ന നയനയെ കണ്ടെന്നിരിക്കും, ആ കുടുംബക്കാരെ കണ്ടെന്നിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ ആ കുടുംബത്തിലേക്ക് ഒന്നും വഴക്കുണ്ടാക്കാനോ അവിടെ ആരെങ്കിലും തള്ളിയിടാനോ തല്ലുണ്ടാക്കാനോ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഈ കുടുംബത്തിൽ സ്ഥാനം ഉണ്ടായിരിക്കില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർ ഈ കുടുംബത്തിന് പുറത്തായിരിക്കും. അവരുടെ സ്ഥാനം ഈ കുടുംബത്തിന് വെളിയിലായിരിക്കും. പിന്നെ ഇവിടെ അവർക്ക് ഒരു ജീവിതം ഉണ്ടാകത്തില്ലെന്ന് പറയാം. ഇത് കേട്ടോ ജാനകി പറഞ്ഞു, അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കാം. ഇതെന്റെ തീരുമാനമാണ്, ഇതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. ജാനകിയോടും ജലജയോടും അനാമികയോടും എല്ലാവരോടും ആയിട്ടാണ് ഞാൻ പറയണേ. പറഞ്ഞു കേട്ടല്ലോ. പറയുന്ന അനുസരിക്കാൻ പറ്റുന്നവർക്ക് മാത്രം ഇവിടെ നിന്നാൽ മതി, അല്ലാത്തവർക്ക് ഈ നിമിഷം ഇവിടെ നിറങ്ങാം. ആരും ഇവിടെ നിർബന്ധിച്ച് നിർത്തുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടതും ജലജയും ജാനകിയെ പരസ്പരം നോക്കുകയാണ്. അവർക്ക് മനസ്സിലായി ഇനി ഇപ്പൊ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാത്തിരുന്നു. അനാമിക ഇങ്ങനെ പോരുകോഴിനെപ്പോഴും നിൽക്കുമ്പോഴത്തേനും ജാനകി അനാമികനെ കയ്യിലേക്ക് പിടിച്ച് ബാമോളെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അനാമിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. തന്റെ കവള് അടിയും മേടിച്ച് വന്നിരിക്കുക, എന്നിട്ട് ഇപ്പോഴും ഈ കളവനെ സപ്പോർട്ട് ചെയ്യുന്ന ആ നയനെന്ന് പറയുന്നോളാ, അതിന്റെ ആവശ്യം എന്താണെന്ന് മാത്രം മനസ്സിലായില്ല. പിന്നീട് ജാനകി അനാമികനെ വിളിച്ചോണ്ട് പോയിട്ടുണ്ട്, മോളിപ്പം വിഷമിക്കണ്ട, എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാന്ന് പറയാം. എന്ത് പരിഹാരം ഉണ്ടാക്കാന്നാ? വല്ല പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും ഞാൻ തല്ലി വാങ്ങിച്ച് വന്ന് നിൽക്കുക. എന്നിട്ടോ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. ഇതിനർത്ഥം എന്താ? ഞാനിവിടെ ഒരു വെറുതെക്കാരിയില്ലേ? നയനയുടെ ചേച്ചിയുടെ വില പോലും എനിക്കില്ല. ഇവിടുത്തെ ഒരു വേലക്കാരുടെ വില പോലും എനിക്കിവിടെ തരുന്നില്ലോ എന്ന് പറയാം. മോള് വിഷമിക്കണ്ട, മോള് ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം. എന്തിനും ഇത് ഞങ്ങളൊക്കെ ഒപ്പില്ലെന്ന് ചോദിക്കണം. അവൾമാരെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാം, അതിനുശേഷം മോൾക്ക് ഇവിടെ വാഴാം. മോള് ധൈര്യമായിട്ടിരിക്കുക, ഏടത്തെയും കൂടെ ഒന്ന് പെട്ടെന്ന് ഭേദമായിക്കോട്ടെ എന്ന് പറയണം. പിന്നീട് ജാനകിയും ജലജയൊക്കെ കൂടെ പോകണം. ഈ സമയം മുത്തശ്ശൻ ചെന്നിട്ട് ആദർശനോട് ചോദിച്ചു, അല്ല നയനമോൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കണം. കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം.
പിന്നീട് ദേവേനയോട് പറഞ്ഞു വാ അമ്മേനെയോ കൊണ്ട് മുറി കിടത്താന്ന് പറയണം. അങ്ങനെ ദേവേനയുടെ കയ്യെ പിടിച്ച് മുറിലേക്ക് പോണ സമയത്ത് ദേവേന പറഞ്ഞു ആദർശേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അധികം വൈകിപ്പിച്ചുകൂടാ. എനിക്കിപ്പോ അത്യാവശ്യം എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. എന്നെ എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറയാം. ഏത് പെൺകുട്ടിയുടെ അടുത്ത്? എനിക്ക് കരള തന്ന പെൺകുട്ടീനെ എനിക്ക് അതിനെ കാണണമെന്ന് പറയാം. അമ്മ എന്തിനാ ഇപ്പൊ വാശി പിടിക്കണേ? വാശിയല്ല, എനിക്ക് ഓരോ ദിവസം ചെല്ലുന്നതും അവളെ കാണാനുള്ള ആകാംക്ഷ കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലാം എൻ്റെ ഒരേ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, ആ പെൺകുട്ടിക്ക് പെട്ടെന്ന് സുഖമാകണമെന്ന്. എന്റെ മനസ്സിൽ അവളുടെ രൂപമൊന്നുമില്ല, പക്ഷെ ഞാനൊരു രൂപം സങ്കല്പിച്ചിട്ടുണ്ട്. അപ്പൊ അവൾക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം, അവൾക്ക് നല്ലത് മാത്രം പറഞ്ഞെന്ന്, അവളുടെ കുടുംബക്കാർക്ക് അവരുടെ ഭർത്താവിന് നല്ലത് മാത്രം പറഞ്ഞെന്ന്. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു അത് നല്ലതമ്മേ, അമ്മ അങ്ങനെ എന്നും പ്രാർത്ഥിക്കണം. അപ്പൊ ആ വീട്ടുകാർക്കൊന്നും സംഭവിക്കില്ല, ആ പെൺകുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറയാം. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ട്. അവൾ എത്രയും പെട്ടെന്ന് സൗഖ്യമായിട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരാനായിട്ട്. ഇത്ര നല്ലൊരു പെൺകുട്ടീനെയാ, ആ പെൺകുട്ടിയെ കിട്ടിയ ഭർത്താവിന്റെ ഭാഗ്യം തന്നെയാ അവളുടെ കുടുംബക്കാരുടെ ഭാഗ്യം എന്ന് പറയണം. ആദർശ് പറഞ്ഞു അത് അമ്മ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ്. ആ കുടുംബക്കാര് എല്ലാം ഭാഗ്യം ചെയ്തവരാ, അതുകൊണ്ടല്ലേ അത്ര സ്നേഹമുള്ള ഒരു പെൺകുട്ടിയെ കിട്ടിയത്. സമ്പത്തിലൊന്നും അല്ലമ്മേ കാര്യം ഇരിക്കുന്നേ, ഇതുപോലെ നല്ലൊരു മനസ്സ് വേണം, അത് ആർക്കാണെങ്കിലും എന്ന് പറയണം. ഇത് കേട്ടപ്പോ ദേവേന പറഞ്ഞു അത് ശരിയാന്ന് പറയാണ്. പിന്നീട് ആദർശം കൂടി കയറിപ്പോകുമ്പത്തേനും മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ആദർശനെ വിളിക്കുകയാണ്. വിളിച്ചോണ്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. മുത്തശ്ശൻ പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നീ നയനമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയാം. അത് മുത്തശ്ശൻ ഞാൻ മലയ്ക്ക് പോയിട്ട് വന്നിട്ട് ഇനിയിപ്പം മലയ്ക്ക് പോകാൻ അധികം ദിവസമില്ലല്ലോ, 1-2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം. ഇനി ഇപ്പം നയനമോളെ അവിടെ നിർത്തണ്ട, നയനമോളെ അവിടെ നിൽക്കുന്നോണ്ടല്ലേ അനി അങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞ് വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നേ. അവൾ ഈ വീട്ടിലേക്ക് വന്ന് നിൽക്കുവാണെങ്കിൽ പിന്നെ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലോ. അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാന്ന് പറയാം. അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ വീട്ടിൽ ആരൊക്കെ എതിർത്താലും, എൻ്റെ പെറ്റമ്മ എതിർത്താൽ പോലും ഞാൻ വെറുതെ ഇരിക്കില്ല, ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറയാണ്. ആ സമയം വീട്ടിലേക്ക് ബാങ്കിൽ പോയിട്ട് ഗോവിന്ദനും നയനയുടെ അമ്മയൊക്കെ കടന്നു വരുവാണ്. കരകെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്ന സമയത്താണ് നയന കിടക്കുന്നുണ്ട്. എന്ത് പറ്റി മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. ഈ സമയത്ത് നന്ദുവിന് എന്ത് മറുപടി പറയാൻ നിർത്തില്ല. അമ്മ അറിഞ്ഞാൽ വെറുതെ ഇരിക്കില്ലെന്നറിയാം. പിന്നീട് നന്ദു കാര്യങ്ങളൊക്കെ പറയാണ്, അനാമിക വന്ന കാര്യങ്ങളൊക്കെ, ജഡ്ജിയും ജാനകിയും വന്ന് വഴക്കുണ്ടാക്കിയതും പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനയ്ക്ക് സഹിച്ചില്ല. കനക പറഞ്ഞു നീ എന്തിനാ അനിയനെ ഇങ്ങോട്ട് വിളിച്ചേ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ചോദിക്കും. അമ്മ എന്തറിഞ്ഞിട്ടാ പറഞ്ഞേ? ഞാൻ അനിയെ ഇങ്ങോട്ട് വിളിച്ചതല്ല, അനി ഇങ്ങോട്ട് വന്നതാണ്. അത് എന്നെ കാണാൻ വേണ്ടി വന്നതല്ല. അതെന്നാ അതിൻ്റെ അടുത്തേക്ക് ആയുർവേദ മരുന്നും കൊണ്ട് വന്ന. ആയുർവേദ മരുന്ന് വേണമെങ്കിൽ നമ്മൾ പോയി വാങ്ങിക്കില്ലേ? അല്ലെ ആദർശമാൻ വരും മേടിച്ചോണ്ട് വരില്ലേ? അനി എന്തിനാ മേടിച്ചോണ്ട് വന്നേ? നീ വിളിച്ചിട്ടാണെന്ന് ചോദിക്കും. അമ്മ ഞാനും അവനും തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ലെന്ന് പറയാം. സത്യമാണോ നീ പറയണേ? സത്യം അമ്മ പറയണേ, ഞാൻ പറഞ്ഞിട്ടല്ല അവൻ വരുന്നേ. ഇനി എന്തിനാ അമ്മ എന്നെ കുറ്റപ്പെടുത്തുന്നേ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കന പറഞ്ഞു ഇനിയിപ്പോൾ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല ഇതിന്റെ പേരിൽ. എനിക്കാണെങ്കിൽ നയനമോളുടെ കാര്യം എടുത്തിട്ടാ, മോളെ നമുക്ക് ഹോസ്പിറ്റലിൽ വരെ പോകണോ, വേണമെങ്കിൽ പോയിട്ട് വരാം, ഒരു ചെക്കപ്പ് നടത്തിയിട്ട് വരാമെന്ന് പറയാണ്. അത് കുഴപ്പമില്ല, തൽക്കാലത്തേക്ക് ഇത് ഗോവിന്ദൻ അറിയണ്ട. ഗോവിന്ദൻ അറിഞ്ഞ് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല കാര്യമായിരിക്കില്ലത്. നയന പറഞ്ഞ അച്ഛനോട് പറഞ്ഞ് അച്ഛന്റെ മനസ്സും കൂടെ ഇത് വേദനിപ്പിക്കണ്ടെന്ന് പറയണം. ഇനി കുറച്ചൊക്കെ സൂക്ഷിച്ച് നോക്കിയും കണ്ടു ഇരിക്കണം കേട്ടോ എന്ന് പറയണം. ഇനിയിപ്പോൾ അവൾ ഇങ്ങോട്ട് വരുമെന്ന് തോന്നില്ല, കാരണം ആദർശേണ്ണ അവൾക്ക് കണക്കിലുള്ള കൊടുക്കും. ഞാനും നല്ല രീതിയിൽ കൊടുത്താ വിട്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ചേച്ചിയുടെ ദേഹത്ത് തൊട്ടാ പിന്നെ ഞാൻ വെറുതെ ഇരിക്കണം എന്നാണ് അമ്മ പറയണേ. അത് പിന്നെ നന്ദൂട്ടാ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുകയല്ലേ ചെയ്യണ്ടേ? അവനിങ്ങോട്ട് വരാതിരിക്കുമായിരുന്നു ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നോ? അമ്മ എന്തറിഞ്ഞിട്ടാ പറയണേ? എത്രയാന്ന് പറഞ്ഞാലും അനി ഇങ്ങോട്ട് വരും. അവൻ എന്നെ കാണാനല്ലോ വരുന്നേ, നയനേടത്തിനെ കാണാനല്ലേ വരുന്നേ. നമുക്കത് എതിർക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. നീ പറയണോ ഇങ്ങോട്ട് വരില്ലെന്ന്? അമ്മേ ഞാൻ പറയാവുന്നതിന്റെ മാക്സിമം പറഞ്ഞിട്ടുണ്ട്, എനിക്കിനി കൂടുതൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലോ എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് നന്ദു അകത്തേക്ക് അവിടെ കയറി പോയി കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു വെറുതെ അവളെ വഴക്ക് പറയണ്ട, അവളുടെ ഭാഗത്തൊരു തെറ്റുമില്ല, അനിയാണ് ഇങ്ങോട്ട് വന്നേന്ന് പറയാം. പക്ഷെ ആ കൊച്ചിത് എന്ത് ഭാവിച്ച ഒന്നും മനസ്സിലാവുന്നില്ല എൻ്റെ നയനമോളെ. ആ തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും വിങ്ങുവാണ്. എത്രയാന്ന് പറഞ്ഞാലും ഇതേ നന്ദു അവനും തമ്മിൽ ഒന്നിക്കും എന്നുള്ള കാര്യം അത് ഓർക്കുമ്പോൾ തന്നെ നെഞ്ചിനകത്ത് ഇപ്പ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയത്താണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. ഇതിപ്പോൾ ഇതെല്ലാം വായിച്ചു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് മിക്കവാറും കളിച്ചു പിടിച്ച് വന്നു കഴിയുമ്പോഴത്തേനും അവരുടെ ഒരു ഒന്നിക്കൽ ലക്ഷണം കാണുന്നുണ്ട്. അങ്ങനെയാണ് പിന്നെ നിങ്ങളുടെ ജീവിതം എന്തായി തീരും, എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം. നയന പറഞ്ഞു അമ്മ ഇപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുകയോ ആലോചിക്കുകയൊന്നും വേണ്ട, അച്ഛനെ കൂടെ വെറുതെ ടെൻഷൻ അടിപ്പിക്കണ്ട കേട്ടോ, പറഞ്ഞു കേട്ടല്ലോ, ശരിയെന്ന് പറയണം. ആ സമയം അനാമിക കട്ടക്കലിപ്പിലാണ്. അനാമികയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ദേഷ്യം പിടിച്ച് ചെന്നിട്ട് അനാമിക നേരെ രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചപ്പോൾ രേവതി ചെന്താ മോളെ എന്താ കാര്യം ചോദിക്കണം. ഒന്നും പറയണ്ട, എൻ്റെ കർണം രണ്ടും വീങ്ങിയിരിക്കുമെന്ന് പറയണം. കരണം രണ്ടും വീങ്ങിയിരിക്കുന്നോ? അതെന്താ മോളെ അങ്ങനെ?
എന്ത് ചെയ്യാനെന്ന് പറ. അവളുണ്ടല്ലോ അന്ന് നന്ദു, അവൾ എന്റെ കർണത്തടിച്ചെന്ന് പറയണം. പിന്നീട് അനിയുടെ പുറകെ പോയതും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയണേ എല്ലാം കേട്ടിഞ്ഞിപ്പോ രേവതി പറഞ്ഞു, നിനക്ക് അവളെ അങ്ങോട്ട് പഞ്ഞിക്കിടാൻ മേലായിരുന്നു മോളെ, നീ എന്തെടുത്തോണ്ടിരിക്കുവായിരുന്നു? അല്ല, അവിടെ ഈ പറയുന്ന നിന്റെ ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ, അവനോ ഈ പറയുന്ന നിന്റെ അമ്മായിയും എന്നും പ്രതികരിച്ചില്ലേന്ന് ചോദിക്കും. എങ്ങനെ പ്രതികരിക്കാനമ്മേ, പെട്ടെന്നുള്ള ആക്രമണമല്ലായിരുന്നോ, അതോടൊപ്പം തന്നെ അവളുടെ കൈ ഉരുക്കുകയ്യാ. ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് നേരത്തെ. അന്നറിയാലോ, എന്നെ ആ ഉപേന്ദ്രന്റെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോയ സമയത്ത് അവളെന്നെ രക്ഷിച്ചല്ലേ 3-4 ഗുണ്ടകളുടെ പിടിയിൽ നിന്നും. അപ്പൊ അവൾക്ക് അതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഒരു നിമിഷം എന്റെ കണ്ണിൽ കൂടെ പൊന്നീച്ച് പറന്നുപോയി. എന്നാലും മോളെ ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാന്ന് പറയണം. തൽക്കാലത്തേക്ക് വരണ്ടമ്മേ, ഇവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്, അറിയാലോ. മുമ്പത്തെ പോലെ പ്രശ്നം ഉണ്ടാക്കി എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ടൊരു മടങ്ങിയവരെ സാധ്യമല്ല. പോരാത്തൻ അനിയാണെങ്കിൽ ഇപ്പം കട്ടക്കലിപ്പില്ല. ഇനിയിപ്പം അവൻ വിളിക്കാൻ വരുമെന്ന് തോന്നില്ല. ഇനിയിപ്പം ഇവിടുത്തെ കിളവനും കളയും പോലെ അതിന് സമ്മതിക്കുമെന്ന് തോന്നില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാനിവിടെ നിൽക്കുന്ന ബുദ്ധി എന്ന് പറയാം. അത് ശരിയാ, മണ്ഡലകാലം ഒന്ന് കഴിഞ്ഞോട്ടെ. മണ്ഡലകാലത്ത് വ്രതം എടുത്ത് പോയൊന്നല്ല മലയ്ക്ക് പോയിട്ട് വരട്ടെ. എന്നിട്ട് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയാം. രേവതി പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ. ആ നന്ദുവിനെ തുരുത്തണമെങ്കിൽ നീ സ്നേഹം കൊണ്ട് അവനെ കീഴടക്കണം. നീ സ്നേഹം അഭിനയിക്കും അവന്റെ മുന്നിൽ. സ്നേഹിക്കൊന്നും വേണ്ട, അഭിനയിക്കുമെങ്കിലും ചെയ്യുമോളെ. എങ്കിൽ മാത്രം നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. നമ്മുടെ കയ്യിൽ പണം വേണം, സ്വർണം വേണം. എല്ലാം കിട്ടണമെങ്കിൽ മോൾ അഭിനയിച്ച് അവന്റെ കൂടെ നിൽക്കണം എന്ന് പറയാം. അമ്മ, ഞാൻ അഭിനയിക്കാവുന്നവരെ മാക്സിമം അഭിനയിക്കുന്നുണ്ട്. എത്രയെന്ന് വെച്ചാ ഞാൻ മടുത്തെന്ന് പറയണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, ജീവിതമല്ലേ, നന്നായിട്ട് നീ അങ്ങോട്ട് അഭിനയിച്ചാളാനൊക്കെ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോന്നേ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.